ഇനി നമ്മൾ ഇതൊന്നുമല്ല, നാട്ടിലെ പെട്ടിയിൽ എപ്പോഴും ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലേ, ബീഫിന്റെ ടെക്സ്ചർ കണ്ടോ? ബീഫുണ്ട്, കല്ലുമക്കായ ഉണ്ട്, മുരു, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഈ കവറിൽ നാലല്ല 1 2 3 4 5 6 ഉണ്ട് ഈ കവറിൽ. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്നൊരു മിസ്റ്ററി ബോക്സുമായിട്ടാണ് വന്നത്. വേറെ ഒന്നുമല്ല, നാട്ടിലെ പെട്ടിയാണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഉള്ളത്. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നാട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ ഏട്ടത്തി വരുന്നുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കേട്ടോ. എൻ്റെ ഇത്താത്തന്നെ എല്ലാവർക്കും അറിയില്ലേ, നിതാഷാസ് കിച്ചന്. നിത്തു വരുന്നുണ്ട്. നാട്ടിലായിരുന്നു ഉണ്ടായത്. ഇന്ന് പൊലിച്ചൊക്കെ എത്തും കേട്ടോ UAE. അപ്പോൾ 3 ഉമ്മമാരും കൂടിയിട്ട് നല്ല സ്പെഷ്യൽ കുറേ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ടുവരുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. നിത്തുവിനും കൊണ്ടുവരുന്നുണ്ട്, പിന്നെ എനിക്കും ഉണ്ട്, പിന്നെ അരിക്കലിലും ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെ ബീഫുണ്ട്, കല്ലുമക്കായ ഉണ്ട്, മുരു, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഈ 3 ഉമ്മമാരെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ നമുക്ക് എത്ര ഇവിടുന്ന് ഫുഡ് കിട്ടിയാലും ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇത് തിന്നാനും കുടിക്കാനും എല്ലാ ഐറ്റംസ് ഉണ്ടാവും. ഹോട്ടലിൽ കയറി നമുക്ക് അടിപൊളി ഫുഡൊക്കെ കിട്ടും. പക്ഷെ എത്ര ഫുഡ് കഴിച്ചാലും നമുക്ക് ഉമ്മമാർ ഉണ്ടാക്കുന്ന ഫുഡ് അതൊന്ന് വേറെ തന്നെയല്ലേ. 3 ദിവസം ഹോട്ടലിൽ പോയി കഴിച്ചാലും 4ാമത്തെ ദിവസം നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഉമ്മ എനിക്ക് അത് വേണം, ഉമ്മ എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിക്കാം. ഫുഡ് കാണാതെ പോലത്തെ തീറ്റയായിരിക്കും ആ സമയത്തും ഉണ്ടാവാം. അതുപോലെ തന്നെയാണ് ഞാൻ നാട്ടിൽ നിന്ന് ദുബൈയിൽ വന്നതിന് ശേഷം എനിക്കൊന്ന് 3 4 ആൾക്കാർ വന്നിട്ടുണ്ടാവും. ഈ സെയിം സാധനം തന്നെ, കല്ലുമ്മക്കായ് വേണം, ബീഫ് വേണം, മുരു വേണം, അങ്ങനെയൊക്കെ സെയിം സാധനം തന്നെ ഞാൻ ഉമ്മനെ കൊണ്ട് കൊടുത്തയപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് എത്ര തിന്നാലും അവർ തരുന്ന ആ ഒരു ടേസ്റ്റ് അത് വേറെ എവിടെ പോയാലും കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് പറയുന്നത്. അത് നമ്മൾ സിംഗിൾ ഒരു ചോറ് ഉണ്ടാക്കിയാലും പോലും അവരുണ്ടാക്കി തരുന്ന ഒരു ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കിട്ടില്ല. ഞാൻ എത്ര ഫുഡ് ഉണ്ടാക്കില്ല, അത് ഞാൻ ചിലപ്പോൾ നല്ല ഫുഡായിരിക്കും ഉണ്ടാക്കുക, ചിലപ്പോൾ അത്ര വരില്ലായിരിക്കും. കാരണം എന്നാൽ പോലും എനിക്ക് അവരുണ്ടാക്കി തരുന്ന ആ ഒരു ടേസ്റ്റ് എപ്പോഴും ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ഞാൻ കഴിക്കുമ്പോൾ ഞാൻ പറയും, ഉമ്മ ഉണ്ടാക്കി തരുന്ന പോലെ ആയിട്ടില്ലല്ലോ എന്ന് പറയുന്നത്. അത് ഉമ്മമാരെന്ന് പറയുമ്പോൾ പിന്നെ ആ ഒരു കൈപ്പുണ്യം വേറെ തന്നെ ഉണ്ടാവില്ലേ. അപ്പം ഇന്ന് എൻ്റെ 3 ഉമ്മമാർ. അപ്പം ഈ 3 ഉമ്മമാർ ആരാന്ന് അറിയേണ്ടത്? ഒന്ന് എൻ്റെ ഉമ്മ, പിന്നെ ഫറൂൻ്റെ ഉമ്മ, അതും എൻ്റെ ഉമ്മ തന്നെ, പിന്നെ ഷമ്മൂക്കാൻ്റെ ഉമ്മ. ഷമ്മൂക്ക എന്ന് പറയുന്നത് എൻ്റെ ഏട്ടത്തിൻ്റെ മാപ്പിളിൻ്റെ ഉമ്മ. അങ്ങനെ ഈ 3 ഉമ്മമാരെ ഫുഡാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫറു ഇപ്പോൾ ഉണ്ട് പോയിട്ട് കേട്ടോ. അവർ ഇന്ന് പൊലിച്ചക്ക് എത്രയോ 1.5 മണിക്കോ 2 മണിക്കെങ്ങാനോ എത്തിയത് അവരവിടെ. പിന്നെ കിടക്കുമ്പോഴേക്ക് ഫുള്ള് ക്ലീൻ ചെയ്ത് കിടക്കുമ്പോഴേക്ക് ലേറ്റായി. അപ്പം എന്നോട് പറഞ്ഞു ഈവനിങ് വന്നാൽ മതി. ഞാനും കൂടി പോയിനെങ്കിൽ പിന്നെ കുറേ സമയം ആടെ നിന്ന് പിന്നെ അവരെ ഉറക്കം എന്തായാലും ലേറ്റ് ആവും. പിന്നെ ഞാനും കൂടി ഉണ്ടെങ്കിൽ കുറേ സമയം വർത്താനം പറഞ്ഞല്ലോ നിൽക്കുമ്പോൾ ലേറ്റ് ആയിട്ടല്ലേ തിരിച്ചു വരാം. അതുകൊണ്ട് ഫറു മാത്രമേ ഇന്ന് പോയിട്ടുള്ളൂ. ഫറു പോയിട്ട് സാധനം എടുത്തിട്ട് വരാമെന്നാണ് പറഞ്ഞത്. ഇപ്പം എന്നോട് വിളിച്ചേരം പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് എത്തുന്ന. അപ്പം എനിക്ക് ആ എക്സൈറ്റ്മെൻറ്റിലാണ് ഉള്ളത്. എന്ത് തുറക്കണം, ഏത് ഫസ്റ്റ് എടുക്കണം. ഞാൻ ചപ്പാത്തിയും നെയ്ച്ചോറും ആക്കി വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അറിയില്ല ഇപ്പം ഞാനിപ്പോൾ ഏതാ ഫസ്റ്റ് പൊളിച്ചിട്ട് ചൂടാക്കി എടുക്കാനെന്ന് അറിയില്ല. എന്നാലും ബീഫായിരിക്കും മിക്കവാറും എടുക്കാം. കാരണം ഈ ബീഫിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതൊരു വേറെ തന്നെ ഒരു പീസുള്ള ബീഫാണ്. അപ്പോൾ എല്ലാം ഞാൻ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യും. ഇപ്പം ഫറു എത്തും. അൽപ്പുയാപ്പിളായി വലിയ കേട്ടാണല്ലോ. നാട്ടിലെ പെട്ടിയിലെ ഫസ്റ്റ് സാധനം ഞാൻ പൊളിക്കാൻ പോവാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഇതിലെന്താ ഉള്ളതെന്ന് അറിയില്ല. കാരണം ഇത് കണ്ടോ, ഇങ്ങനെയുള്ളത് എന്തോ ഒരു മീനിന്റെ മണമെല്ലാം വരുന്നുണ്ട്. ഓ, ഉണക്ക് തരണ്ടി. ഇത് നമ്മളെ ഷെരീഫുമ്മ സ്പെഷ്യലാണ്. ഷെരീഫുമ്മ എന്ന് പറയുന്നത് ഷമ്മൂക്കാൻ്റെ ഉമ്മയാണ്, എൻ്റെ ഏട്ടത്തിൻ്റെ മാപ്പിളിൻ്റെ ഉമ്മയാണ് കേട്ടോ. ഉമ്മാൻ്റെ സ്പെഷ്യലാണ് ഉണക്ക് തരണ്ടി. അതുപോലെ ഇത് അച്ചാറ്. ഇത് നിത്തു പറഞ്ഞു, വെളുത്തുള്ളി ബീറ്റ്റൂട്ടോ അങ്ങനെ എന്തോ ഇട്ട അച്ചാറാണ്. ഞാൻ പൊളിച്ച് നോക്കട്ടെ. ഇനിയിപ്പോൾ ഇതിനെ ഞാൻ ഇതുപോലെ പൊതിഞ്ഞ് വെക്കണമല്ലോ കഴിച്ചിട്ടാൽ. വെളുത്തുള്ളി എന്താണ് ഈത്തപ്പഴാതൊന്ന്. അച്ചാറ് സൂപ്പർ. നിത്തുവിനോട് ചോദിച്ച അച്ചാറ് വേണോന്ന്. പക്ഷെ ഞാൻ പറഞ്ഞ കുറച്ച് ഇട്ടേക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഓവറാക്കിയതാ. പക്ഷെ അച്ചാറ് സൂപ്പറാണ്. ഇതിലെന്തെല്ലാം ഉള്ളതെന്ന് അറിയാം? ഈത്തപ്പഴവും വെളുത്തുള്ളിയും. കറക്റ്റ് നല്ല കോമ്പിനേഷൻ അല്ലേ. നല്ല അച്ചാറ്, എനിക്കിഷ്ടമായി. 2 ദിവസം കൊണ്ട് ഞാനിതിന് തീർത്തിരിക്കും.
ഇത് പിന്നെ നമ്മളെ വീട്ടിലെ അല്ലറ ചില്ലറ സാധനങ്ങൾ. ഞാൻ ഇതൊന്നും വേണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നിത്തു കുറച്ച് കൊണ്ടാണ്. അനിയത്തുനിന്ന് എനിക്ക് കുറച്ച് തന്നതാണ്. ഭയങ്കര സ്നേഹമാണ് അനിയത്തിനോട്, എന്താന്നറിയില്ല. അപ്പം ഇതെന്താ കുഞ്ഞിമണ്ടയാ സാധനം? അല്ല, മിക്സാക്കി ഇട്ടതാന്ന് എന്നോട് പറഞ്ഞിന്. കുഞ്ഞിക്കാജ. ഇത് മണ്ടേ തോന്നുന്നു. ഇത് എനിക്ക് വേണ്ടെന്നൊക്കെ വേണം. മധുരം അത്. ഇനി ഇത് നമ്മളെ കുർബാനി. ഇതിനെന്താ നിങ്ങളെ നാട്ടില് പറയാ? എന്റെ നാട്ടിലെ കുർബാനി. ഫർവിന്റെ അടുത്ത് എന്താ പറയാ? ലൊട്ട. നിങ്ങളെന്താ കണ്ണൂർ സ്റ്റൈലാണോ? നിങ്ങൾ കുഴപ്പമില്ല കാണല്ലേ കണ്ണൂർ ഭാഷ പിടിക്കുന്നത്. എന്റെ വീട്ടില് കുർബാനി എന്നാ പറയുന്നത്. പണ്ട് പീടിയെ പോയിട്ട് പറയും ഒരു പാക്കറ്റ് കുർബാനി അത് പറയുന്നത്. ഇത് കപ്പ് കേക്ക്. ഇതൊന്നും ഞാൻ നിത്തു എനിക്ക് കൊടുത്തയച്ചതാണ് കേട്ടോ. ഓളടുത്തുള്ളത് ഭയങ്കര കെയറിങ് സിസ്റ്റർ ആയത് കൊണ്ടും ഞാൻ പറഞ്ഞ വേണ്ടാന്ന്. പക്ഷെ ഓളെന്നുള്ളതെല്ലാം കുറച്ച് എടുത്ത് കൊടുത്തയച്ചു. പിന്നെ ചിപ്സും നമ്മുടെ മുറുക്കും മിക്സ്ചർ. ഇത് കുഞ്ഞി ഉണ്ണിയപ്പം. ഇതിന് വേറെ പേരുണ്ടോന്ന് എനിക്കറിയില്ല. നിങ്ങളെന്താ ഇതിന് വേറെ ഉണ്ണിയപ്പം തന്നെയല്ലേ? ഇത് പിന്നെ നമ്മളെ നാട്ടിലെ സ്വന്തം മുളക് പൊടി. എല്ലാരും ഈ മുളക് പൊടി മല്ലിപ്പൊടി ഈ സംഭവങ്ങളെല്ലാം കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇതെന്ത് ചെയ്തു. ആ സമയത്ത് ഞാൻ ദുബൈയിൽ പോയിട്ടില്ലല്ലോ. ദുബൈയിൽ എന്ത് ഇതൊന്നും കിട്ടാതെയാണോ? ഉള്ള സാധനം മൊത്തം അടയില്ല, പിന്നെ എന്തിനു ഇവർ ഇതെല്ലാം കൊണ്ടുപോകുന്നത്? പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോ ഒരു മാറ്റം, എവിടെയോ കാണാത്തൊരു മാറ്റം നമ്മളെ നാട്ടിലെ മുളക് പൊടിക്കുണ്ട്. ഇവിടെ നിന്ന് എത്ര മുളക് പൊടി വാങ്ങിയാലും ഈ ഒരു നാട്ടിലെ മുളക് പൊടിന്റെ ആ ഒരു ടെക്സ്ചർ കിട്ടില്ല. ആ ഒരു ടച്ച്, ആ അതൊന്നും കിട്ടൂല. പിന്നെ ഇത് എന്താ ചുക്ക് കാപ്പി. ഇതും അച്ചാറാണ്. പൊളിച്ചു നോക്കട്ടെ. ഇത് അച്ചാറിന്റെ ഡബ്ബയല്ല, ചുക്ക് കാപ്പിന്റെ ഡബ്ബയാ. എന്നെ പറ്റിച്ചതാണ്. ഇനി ചുക്ക് കാപ്പിനെ മുളക് പൊടി വാരി ഇട്ടതാണ്. എന്താ സാധനം? ആ അച്ചാറ് തരുമ്പോ നിത്ത് പറഞ്ഞു വെളുത്തുള്ളിയും ഈത്തപ്പായ ഇട്ടൊരു അച്ചാറുണ്ട്. പക്ഷെ ഇതെന്താന്ന് എനിക്കറിയില്ല. ഈ നാട്ടിലെ സാധനങ്ങൾ ഇങ്ങനെ പൊളിച്ചു നോക്കാനൊരു വേറെ തന്നെ എക്സൈറ്റ്മെന്റ് അല്ലേ? പണ്ടെല്ലാം വെച്ചാല് വെളുത്തുള്ളി മുളകിന്റെ ഒരു ഇതില്ലേ പേസ്റ്റ്, എന്നാ ചുറ്റുള്ളി മുളക് ഇട്ടത്, അതാ സാധന. ഇപ്പൊ എനിക്ക് കോമ്പിനേഷൻ മനസ്സിലായി. ചോറ് വെക്കുക, ഈ ഉണക്കിനെ എടുത്ത് പൊരിക്കുക, ഒരു സൈഡില് ഇതും വെക്കുക, പരിപ്പ് കറിയും. അടിപൊളി സാധനം. ഇതും നമ്മുടെ ഷെരീഫുമ്മ സ്പെഷ്യലാണ് കേട്ടോ ഈ സാധനം. അത് ആ മാങ്ങേന്റെ സീസൺ ആവുമ്പോ നാട്ടിൽ പോണം. ഉമ്മ കുറേ മാങ്ങ കൊണ്ട് തരുന്നുണ്ട്. നല്ല സാധനം. ഉമ്മ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഞാനിത് നല്ല സാധനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കൂട്ടുന്നത്. നമ്മളെല്ലാം വീട്ടിലെ വെളുത്തുള്ളി മുളക് ഉണ്ടാക്കുമ്പോ വെളുത്തുള്ളിന്റെ പീസ് ഇങ്ങനെ കാണും. പക്ഷെ ഇതെന്താ അരച്ചതാ, അങ്ങനെ എന്തോ തോന്നുന്നു. അരച്ചിട്ട് എന്താ റെസിപ്പി എന്ന് എനിക്ക് ശരിക്കും അറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി പിന്നെ ഇത് എന്റെ അല്ലറ ചില്ലറ കുറച്ച് കോസ്മെറ്റിക് സാധനങ്ങൾ. ഞാൻ ഇപ്പൊ ഓർഡർ ചെയ്തതല്ല, എൻ്റെ ആങ്ങളെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഓർഡർ ചെയ്തതാ. നൈക്കന്ന്. എനിക്ക് നൈക്കയിൽ ഓർഡർ ചെയ്ത് അവരെനിക്ക് ട്രാക്കിങ് കാണിച്ചത് ഷിപ്ഡ് എന്ന് പറഞ്ഞിട്ട് ട്രാക്കിങ് കാണിച്ചത്. പക്ഷെ എനിക്ക് സാധനം വീട്ടിലെത്തിയില്ല. ഞാൻ ഓൺലൈനിൽ പൈസയൊക്കെ അടിച്ച് എല്ലാം ആക്കി. ഇവരാണെങ്കിൽ ട്രാക്ഡില് ഷിപ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ച് ഉപ്പാന്റെ നമ്പറിന് കൊടുത്തു. എൻ്റെ ഇന്ത്യൻ നമ്പർ വർക്കിംഗ് അല്ലല്ലോ, അതുകൊണ്ട് ഉപ്പാന്റെ നമ്പർ കൊടുത്തു. ഉപ്പാക്ക് മെസ്സേജ് വന്ന് യുവർ ഓർഡർ ഈസ് ഡെലിവേർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട്. ഞാനിത് എത്തേണ്ട ഡേറ്റ് ആയിട്ട് എത്തിയിട്ടില്ല. ഞാൻ ഉപ്പാനോട് ഇങ്ങനെ പറഞ്ഞു സാധനം വരും, പിന്നെ ഉപ്പ മറന്നുപോയി. എത്തേണ്ട ഡേറ്റ് ആയിട്ട് ഈ സാധനം എത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ ഉണ്ട് ഞാൻ ഉപ്പാനോട് ഉപ്പാന്റെ സാധനം എത്തിനാ. ആ സമയത്ത് അവരെവിടെയോ പോയിട്ടുണ്ടായിരുന്നു 2 ദിവസത്തേക്ക് എങ്ങാനും. സാധനം എത്തിനോ ഉപ്പ? ഇല്ലാലോ, എത്തിയിട്ടില്ലാലോ. ഞാൻ വിചാരിച്ച അധികം ഞാൻ നാട്ടിലുള്ളവരെ ഓർഡർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ച് ചിലപ്പോ പുറത്ത് കാർ പോച്ചിലോ അങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. അവരങ്ങനെ പുറത്ത് വെച്ചിട്ട് പോകും, അങ്ങനെ വെച്ചിട്ടുണ്ടാവും. എന്ന് എവിടെയും പരുതിട്ട് ഈ സാധനം കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ അവർക്ക് മെയിൽ അയച്ചു. ഒരു മെയിൽ അയച്ചു, രണ്ടാമത്തെ മെയിൽ അയച്ചു. ഇവര് റെസ്പോൺസ് ഓൺ ദ സ്പോട്ടിൽ തരുന്നുണ്ട്. പക്ഷെ അവര് പറയുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങളെ സാധനം ഡെലിവറി ചെയ്തിട്ടുണ്ട്, ഡെലിവറി ബോയ് അവിടെ എത്തിച്ചെന്നാണ് അവരെ ട്രാക്കിംഗ് റിപ്പോർട്ട് പ്രകാരം ഉള്ളത്. ഞാൻ പറഞ്ഞു ഡെലിവറി കിട്ടിയില്ല. ഇതൊക്കെ ഞാൻ മെയിലിലാണ് അയക്കുന്നത്, ഡെലിവറി കിട്ടിയില്ല. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പൈസ തിരിച്ചു തന്നേക്ക്, അല്ലെങ്കിൽ എന്റെ സാധനം തന്നേക്ക് എന്നുള്ള രീതിയിൽ ഞാൻ
കുറേ മെയിൽ അയച്ചു. അങ്ങനെ 1 മാസത്തോളം ഇതിന്റെ ബാക്കിൽ തന്നെ മെയിൽ അയച്ച് ആ ചെറിയ പൈസ ഒന്നും എന്തായാലും വലിയ പൈസ അല്ലേ. അപ്പൊ മെയിൽ അയച്ച് ലാസ്റ്റ് സാധനം എത്തിച്ചന്ന് വീട്ടില്. അപ്പം അന്ന് ഓർഡർ ചെയ്ത ആ സാധനമായിരുന്നു ഇപ്പൊ ഇത്. ഒന്നുമല്ല, ഇവിടെ ചൂട് തുടങ്ങിയാലും ഒരു സൺസ്ക്രീൻ വേണമെന്ന് വിചാരിച്ചിട്ടൊരു സൺസ്ക്രീന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ അല്ല, ഫറുവിന്റെ ഷാമ്പു ആണ്. ഡാൻഡ്രഫ് എല്ലാം പോകാൻ നല്ലതാണ്. ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഷാമ്പു മസ്റ്റാണ്, കാരണം അത്രയും ഡാൻഡ്രഫ് വരും. പിന്നെ ഇതൊരു ഹെയർ സ്പ്രേ. ഇതിന്റെ തന്നെ നമ്മളൊരു ഹെയർ ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഉണ്ട് ഇവിടെ നിലവിലുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഓർഡർ ചെയ്തിട്ടില്ല. ഇതാണ് ഞാൻ 3 എണ്ണം ആ സമയത്ത് ഓർഡർ ചെയ്ത സാധനം. ഇനി നമ്മൾ ഇതൊന്നുമല്ല, നാട്ടിലെ പെട്ടിയിൽ എപ്പോഴും ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തില്ല, നല്ല ബീഫ്, കല്ലുമക്കായി. അപ്പൊ ആ സാധനങ്ങളെല്ലാം കാണണ്ടേ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ടൈറ്റാണ്, നല്ല ബീഫ്. ഇത് ഫറുവിന്റെ ഉമ്മാന്റെ സ്പെഷ്യൽ ബീഫാണ് കേട്ടോ. നല്ല ഇതില് ബീഫിലൊരു ഹൈലൈറ്റ് ഉണ്ട്. സാധാരണ ബീഫ് വാങ്ങുമ്പോൾ കുറേ എന്താ പറയാ, തനി കഷ്ണം, തനിന്നല്ലേ പറയാനതിന്, അങ്ങനത്തെ പീസസ് എല്ലാം ഉണ്ടാവും. പക്ഷെ ഈ ബീഫ് ഫറുവിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ബീഫാണ്. ഫറു, ഇതിന്റെ ഹൈലൈറ്റ് എന്താ ഈ ബീഫിന്റെ? ഇതിലെന്ന് വെച്ചാൽ മറ്റേ നമ്മളിങ്ങനെ ഭയങ്കര ആരായിട്ടുള്ള കഷ്ണമല്ല, കുറച്ചൊരു നെയ്യ് പോലത്തെ ഉള്ള ഒരു കഷ്ണമായിരിക്കും ഉണ്ടാവാന്. കഴിക്കാൻ നല്ല ടേസ്റ്റാ. എനിക്ക് ഓർമ്മയുണ്ട്, ബീഫ് ഞാൻ അങ്ങനെ കൂട്ടലുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നാട്ടിൽ നിന്ന് ഇവരെ ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് വാങ്ങുന്ന കേട്ടോ ഫറു. അപ്പോൾ ഫറുവിന് ഇഷ്ടമുള്ള പീസ് ഓറ് കട്ട് ചെയ്തിട്ട് അങ്ങ് കൊടുക്കും. അങ്ങനെ ഞാൻ അങ്ങനെ ബീഫ് കൂട്ടലില്ല. നാട്ടിൽ നിന്ന് ഇവർ വാങ്ങി ഇവർ കഴിക്കുന്നതെല്ലാം കാണാൻ. എന്നിട്ട് ഞാനിങ്ങനെ വിചാരിക്കും, ഇതെന്ത് ഇതിന് മാത്രം എന്താ പ്രത്യേകത? കാരണം ബീഫ് നമുക്ക് കുറേ നേരം ചവക്കണം, പല്ലിൻ്റെ ഇടയിലെല്ലാം ആവും. അതിൻ്റെ ആ ഒരു മടി കൊണ്ട് ഞാൻ കൂട്ടൽ കുറവാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഉപ്പ എങ്ങാനും വരുമാണ്, ഫറുവിൻ്റെ ഉപ്പ വരുന്ന സമയത്താണ് ബീഫാക്കിയിട്ട് കൊണ്ടു തന്നത്. ഉമ്മ ഇതുപോലെ ബീഫാക്കി കൊണ്ടു തന്ന് ഞാൻ അന്ന് കഴിച്ചു നോക്കി. അന്ന് ഭയങ്കര ടേസ്റ്റ്. എന്താന്നല്ല, സാധാരണ ബീഫ് കഴിക്കുന്ന പോലെയല്ല, വേറെ തന്നെ ഒരു ടേസ്റ്റ് ഈ ഒരു പീസിന് മാത്രം കേട്ടോ. കാരണം ഇതിൽ അങ്ങനെ മറ്റേ ആര് പോലത്തെ കഷ്ടം കാണില്ല. ഒരു ഇങ്ങനത്തെ ഒരു പീസാണ്. ഞാൻ പീസ് കാണിച്ചു തരാം. ഇത് കണ്ടോ, നെയ്യല്ല, പക്ഷെ അങ്ങനത്തെ ഒരു പീസ്, ഒരു ഗിള് പോലത്തെ ഒരു പീസ്. അങ്ങനെ ഞാന് പിന്നെ ആൾക്കാർ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, ആ ബീഫ് കിട്ടിയാൽ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റാണ്. അങ്ങനെയാണ് ഞാൻ ബീഫ് മെയിൻലി കൂട്ടാൻ തുടങ്ങിയത്. ഞാൻ ആദ്യം കുറച്ച് കൂട്ടും, പക്ഷെ ഇപ്പം ബീഫ് കണ്ട് എനിക്ക് ഭയങ്കര ചിക്കനെ പോലെ തന്നെ ബീഫും ഭയങ്കര ഇഷ്ടം. അപ്പൊ നാട്ടിൽ നിന്ന് ഇവര് ബീഫ് കൊണ്ടുവന്നു. ഞാൻ ബീഫിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മടക്ക് ചപ്പാത്തി, നമ്മള് പുയാപ്പിള ചപ്പാത്തി എന്റെ പുയാപ്പിൾക്ക് വേണ്ടിയിട്ടായിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല നെയ്ച്ചോറിൽ മല്ലിച്ചപ്പ് പൊതിഞ്ഞൊന്നും ഇല്ലാന്ന് വെച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ അതൊന്നും ഇടാന് നല്ല നെയ്ച്ചോറും ആക്കി. എനിക്ക് ഇതെല്ലാം കൂട്ടി നല്ലോണം നമ്മള് ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ബാക്കി എന്തെല്ലാം സാധനം കൊണ്ടാകുന്നത് കണ്ടേ, വേഗം ഫുഡ് കഴിക്കാം. ഞാൻ 2 കഷ്ണം ചപ്പാത്തിയും കുറച്ച് ബീഫും പിന്നെ ഉമ്മാന്റെ നല്ല അച്ചാറും, വെളുത്തുള്ളി ഇട്ട് അച്ചാറും കൂട്ടിയിട്ട് കഴിക്കുന്നു. ബീഫ് സൂപ്പർ. അതുപോലെ തന്നെ അച്ചാറ് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് പിന്നെ ചോറ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചപ്പാത്തിയും അച്ചാറും എടുത്തത്. ചൈനന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ബീഫിന്റെ ടെക്സ്ചർ കണ്ടോ, പൊള്ളൊന്നും ഉണ്ടാവുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഇങ്ങനത്തെ ഭയങ്കര ആരുള്ള പീസല്ല, അതുപോലെ അതിൻ്റെ ഒരു കൊട്ട്. സാധാരണ വെച്ചാൽ ഭയങ്കര ചവച്ച് കഴിക്കാൻ പറ്റാത്ത കൊട്ടായിരിക്കും ഉണ്ടാവാം. ഇങ്ങനത്തെ പീസാണ് ഫറുവിൻ്റെ ഫ്രണ്ട് പ്രത്യേകം പറഞ്ഞ് കൊടുക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ബീഫായിരുന്നു കേട്ടോ, പറയാനില്ല. അതിൻ്റെ മസാലയും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മുടെ അടുത്ത പാക്കിങ് കൊടുക്കണം. ഇതെന്നാന്നും അറിയില്ല, ഇത് തോന്നുന്നു കല്ലുമ്മക്കായ് പൊരിച്ചാവാനാ ചാൻസ്. കാരണം ഇപ്പോൾ കല്ലുമ്മക്കായിൻ്റെ ടൈമല്ല പോലും. അപ്പോൾ എനിക്കാണെങ്കിൽ കല്ലുമ്മക്കായ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. കല്ലുമ്മക്കായ് പൊരിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഉമ്മ പറഞ്ഞു ഇപ്പം അതിൻ്റെ സമയമല്ല, അത് മറ്റേ കഴിക്കാൻ പാടില്ല, കഴിച്ച വയറ് വേദന എടുക്കും, അങ്ങനെയെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും പ്രശ്നമില്ല, വയറ് വേദന വന്നാലും എനിക്കതൊരു വിഷയമേ അല്ല, എനിക്ക് കൊടുത്തയക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തയച്ചതാണ്. ഞാൻ പറഞ്ഞ ശരിയാണ്. നമ്മുടെ കല്ലുമ്മക്കായ്, ഇത് പുഴുങ്ങിയ കല്ലുമ്മക്കായാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല, കാരണം ഇന്നത്തെ ഭക്ഷണം കഴിഞ്ഞു. ഇന്ന് വേണ്ട, നാളെ മതി. കണ്ടോ, പുഴുങ്ങിയ കല്ലുമ്മക്കായ കണ്ടോ, സൂപ്പർ മണം. ഇതിപ്പം ഒരാക്കണ 5-10 എണ്ണം തിന്നേണ്ട വരും മിക്കവാറും. കാരണം കുഞ്ഞിയാണ്. ഉമ്മ പറഞ്ഞു എന്നേരെ കുഞ്ഞിയാ കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ തലേന്ന് വാങ്ങിയപ്പോൾ, അവർക്ക് വീട്ടിലേക്ക് വാങ്ങിയപ്പം കുറച്ച് വലുതാണ് കിട്ടിയത്. എനിക്ക് കുഞ്ഞാണ്.
ഇത് പുഴുങ്ങിയതാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തിട്ടില്ല. ഞാൻ അന്നേരം പറയാം, ഉമ്മ എന്നോട് പറഞ്ഞ് ഇത് ഞാൻ ഫ്രൈ ചെയ്യുന്നില്ല, നീ ആടുന്ന് ഫ്രൈ ചെയ്ത് അതാകുമ്പോൾ ഫ്രഷ് പോലെ ഇരിക്കും ആടുന്ന് കഴിക്കുന്ന സമയത്ത്. അപ്പം ഞാൻ എനിക്ക് വന്നിട്ട് പിന്നെയും പണിയെടുക്കാനൊന്നും കഴിയില്ല, നിങ്ങൾ ഫ്രൈ ചെയ്തിട്ട് തന്നേക്കെന്ന് പറഞ്ഞാൽ. അവിടെ ഉമ്മ കുറച്ച് ഫ്രൈ ചെയ്തിട്ടും ബാക്കി പൊങ്ങിയിട്ടോ തന്നത്. ഇതിലിപ്പോൾ അടുത്ത രണ്ടാമത്തെ പീസ് എവിടുത്തോന്ന് ഞാൻ കണ്ടുപിടിക്കേണ്ടി വരും. ഇതെന്താ സാധനം? ഈ പാക്കിംഗ് ഒക്കെ കണ്ടാ പേരെല്ലാം ഉണ്ട്. അപ്പം എന്താ സാധനം? ഇതിൽ നമുക്ക് 2 സാധനമുണ്ട്. ഒന്ന് ഇതെന്ത് ഉണ്ട പോലെ ഉണ്ട്. എൻ്റെ ക്യാമറാമാൻ പോയി കഴിഞ്ഞു, ആരോ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിനെ കാണാൻ പോയിട്ടാണുള്ളത്. ആ ചെമ്മീൻ, ഇത് ചെമ്മീനാണ് കേട്ടോ ഗൈസ്. ഇപ്പം ഞാൻ എങ്ങനെ എടുത്ത് കാണിച്ചതും. ഇത് ആദ്യമായിട്ട് ഇങ്ങനത്തെ സാധനം എന്താ, നല്ല മസാല പെരക്കിയ ചെമ്മീൻ കണ്ടോ. ഇതാണ് നമ്മുടെ ചെമ്മീൻ. ഇത് വലിയ ചെമ്മീനാണ്. ഇത് വലുതാണോ? ഇത് വലിയ ചെമ്മീനാണ്. ഈ ചെമ്മീൻ എനക്കല്ല, ഫറുവിനുള്ളതാണ് കേട്ടോ. ഇത് എൻ്റെ ഉമ്മ പ്രത്യേകം അമ്മായിയമ്മ മരുമോനിക്ക് വേണ്ടി കൊടുത്തയച്ചതാണ്. ഇത് പറയുന്ന സമയത്ത് ഫറു ഇവിടെ ഇല്ല, അപ്പം എന്താ റിയാക്ഷൻ എന്ന് അറിയായിരുന്നു. ഫറു പുറത്ത് പോയിട്ടാണുള്ളത്. ഉമ്മ ഫറുവിന് വേണ്ടി പ്രത്യേകം കൊടുത്തയച്ച ചെമ്മീനാണ്. എനിക്ക് കുഞ്ഞു ചെമ്മീനുണ്ട്. ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓഫീസിൽ ലഞ്ച് കൊണ്ടുപോകുമ്പോൾ എനിക്കിങ്ങനെ കറിയൊന്നും കുറേ നനച്ച് കൊണ്ടുപോകുന്ന എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം മീൻ കറി അതെല്ലാം സ്മെല്ലല്ലേ. സ്കൂളിൽ പഠിക്കുന്ന ടൈമേ അങ്ങനെയാണ്, പിന്നെ വർക്കിന് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ അധികം കൊണ്ടുപോകുന്ന സാധനം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഫ്രൈ, ചെമ്മീൻ അങ്ങനത്തെ എന്തെങ്കിലും ഫ്രൈ കൊണ്ടുപോകും, പിന്നെ തേങ്ങാ ചമ്മന്തി, നല്ല ചോറും. ഇതാണ് എൻ്റെ എപ്പോൾ ഉള്ള കോമ്പിനേഷൻ. അപ്പം ഞാനിത് രാവിലെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അവിടെ ഉച്ചക്ക്, നാട്ടിൽ നിന്നാകുമ്പോൾ ഉമ്മയെല്ലാം ഉണ്ടാക്കി തരണം, ഉച്ചക്ക് ഞാൻ പോയിട്ട് കഴിക്കുന്ന സമയത്ത് ഈ ലഞ്ച് ബോക്സ് തുറക്കും വേറെ തന്നെ ഒരു മണം. നമ്മൾ ഇലയിലിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ വേറൊരു മണവും നല്ല ടേസ്റ്റും ആയിരിക്കും ഉണ്ടാകുക. അപ്പം ഞാനിങ്ങനെ ഉമ്മാനോട് പറഞ്ഞു, നിത്ത് വരുന്ന കാരണോട് ഞാൻ പറഞ്ഞു ഉമ്മാനോട്, ഉമ്മ എനക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ചെമ്മീൻ വേണമായിരുന്നു, ഇങ്ങനെ ഇലയിൽ ചോറ്, തേങ്ങാ ചമ്മന്തി, ചെമ്മീൻ പൊരിച്ച് ഇങ്ങനെ ആക്കിയിട്ട് എനിക്ക് കൊടുത്തയക്കാം. പിന്നെ നിത്തു റാസൽ കൈമേലല്ലേ വരുന്നത്. അപ്പം പിന്നെ ഇന്നലെ അതായത് ഇന്ന് പൊളിച്ചൊക്കെ അവരെത്തിയത്, ഇന്ന് തന്നെയാണ് പോയിട്ട് വാങ്ങിയത് സാധനം. അപ്പം പറഞ്ഞത് കേടായിപ്പോവും, കുറേ സമയം വെക്കാൻ. കാരണം ഇന്നലെ വൈകിട്ട് 4 മണിക്കെങ്ങാനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ കേടായിപ്പോവും. അതുകൊണ്ട് ഞാൻ ചെമ്മീൻ എനിക്ക് വേറെ തന്നെ പൊരിച്ചു തരാം, നീ അവിടെ നിന്ന് ചോറ് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞു. പിന്നെ ഉമ്മ പറഞ്ഞു, നീ എന്തായാലും ഇനി നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ആക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പം ഞാൻ ചെമ്മീനിന് പറഞ്ഞു, അതായത് ഉമ്മ ചോറ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഉമ്മ ചെമ്മീന് കൊടുത്തയച്ചു. ചെമ്മീന് പറഞ്ഞു, പക്ഷെ ഇത് മരുമോനിക്ക് സ്പെഷ്യലായിട്ട് വലിയ ചെമ്മീൻ കൊടുത്തയച്ചു. അപ്പം ഞാൻ ആരായി? ഞാൻ പറഞ്ഞപ്പോൾ ഉമ്മക്ക് എനക്കല്ല, മരുമോനിക്കാണ് കൊടുത്തയക്കേണ്ടത്. അപ്പം അത് ഫറുവിന് സ്പെഷ്യലായിട്ടുള്ളത്. അത് തന്നെ തോന്നുന്നു വലിയ ചെമ്മീനോട്ടോ. കാരണം ഫുൾ ഐസ് ഇങ്ങനെ കട്ടയായിട്ട് നിത്യവും ഫ്രീസറിൽ വെച്ച സാധനമാണ്. കട്ടയായതുകൊണ്ട് എന്താ ചെറുതാണോ വലുതാണോ മനസ്സിലായി, പക്ഷെ അത് വലുതാ തോന്നുന്നു. അതുകൊണ്ട് അത് ചെമ്മീൻ. ഇത് ഞാൻ കാണിച്ചില്ല, പുഴുങ്ങിയ കല്ലുമ്മക്കായി കാണിച്ചു. ഇനിയൊരു സാധനം, നല്ല പൊരിച്ച കല്ലുമ്മക്കായി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് പൊരിച്ചത് വേണമെന്ന് പറഞ്ഞിട്ട് ഉമ്മനക്ക് കുറച്ച് ഞാൻ പറഞ്ഞത് കൊണ്ട് കുറച്ച് പൊരിച്ച കല്ലുമ്മക്കായും ബാക്കി പുഴുങ്ങിയ കല്ലുമ്മക്കായി തന്നെ. അപ്പം ഇത് പൊരിച്ച കല്ലുമ്മക്കായി കേട്ടോ. അപ്പം അതുമായി നാട്ടിലുണ്ടാകുന്ന സമയത്ത് നമുക്കിത് ഇങ്ങനെ കിട്ടുമ്പോൾ വലിയ എണ്ണൊന്നുമില്ല. ഈ കല്ലുമ്മക്കായി അല്ലേ, ആ കല്ലുമ്മക്കായി തിന്നാലോ എന്നുള്ള ഇതാണ്. ഇതെല്ലാം എൻ്റെ ഉപ്പാൻ്റെ പണിയാണ്, സെലൂന്നല്ല എഴുതി വെച്ചാണ്ടോ. ഇനിയിപ്പോൾ ഇത് രണ്ടും ബീഫാണ് കേട്ടോ. ഫറുവിൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്ന ബീഫാണ്. ഉമ്മ 3 എണ്ണത്തിൽ, എനിക്ക് എടുക്കാൻ എളുപ്പത്തിന് ഉമ്മ 3 എണ്ണത്തിലാക്കിയതാണ്. കാരണം നമുക്കിങ്ങനെ എല്ലാം കൂടി ഒപ്പരം ഇതാക്കിയിട്ട് എന്താ പറയുക, അത് ബാക്കിയായിരിക്കില്ല. അപ്പോൾ ഓരോ ദിവസം കുറച്ച് എടുക്കാനുള്ളതായതുകൊണ്ട് ഉമ്മ ഇങ്ങനെ വേറെ വേറെ കെട്ടാക്കി തന്നു. ഇനിയിപ്പോൾ ഫൈനലി ഒരു കെട്ടും കൂടി ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാന്ന് നോക്കാം. ഇതിൽ മിക്കവാറും എൻ്റെ കുഞ്ഞു ചെമ്മീൻ ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. ഇതിൻ്റെ മേലെ പ്രശ്നമില്ല കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഈ കവറിൽ 1 2 3 4 5 6 എണ്ണം ഉണ്ട് ഈ കവറിൽ. കുഞ്ഞി അതായത് ഓരോ നേരം എടുക്കാൻ പറ്റിയ 6 എണ്ണം ഉണ്ട് ഈ കവറിൽ. ഇതിൽ ഹൈലൈറ്റ് എന്താണെന്നറിയാവോ, ഓരോ കവറിലും പേര് എഴുതി വെച്ചിട്ടുണ്ട്. മുരു കണ്ടോ, കാണുന്നുണ്ടോ? അതായത് ഇളമ്പൊക്കൻ്റെ വലിയ സാധനം
ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചെടുത്ത് പിന്നെ കുപ്പിയിലാക്കി വെള്ളത്തിൽ കുപ്പിയിൽ ഇട്ട് വെക്കും തോന്നുന്നു. എന്നാൽ എനിക്ക് ശരിക്കും അതിൻ്റെ പറഞ്ഞു തരേണ്ട എങ്ങനെയാണ്, അതിൻ്റെ ശരിക്കുള്ള വേർഡിങ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതാണ് ആ സാധനം മുരു. ഇത് ഞാൻ പൊളിച്ച് നോക്കുന്നില്ല, ഇനി ഓരോ ദിവസം എടുക്കുമ്പോൾ ഇൻഷാല്ല ഷോർട്സ് ആയിട്ട് ഞാൻ ഇടാൻ ശ്രമിക്കാം. എനിക്ക് ഉറപ്പില്ല, കാരണം ഞാനായതുകൊണ്ട് പറയാണ് കേട്ടോ. അപ്പം അതാണ് നമ്മുടെ മുരു. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് മറ്റേ ഓയിലെല്ലാം ഒഴിച്ച് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുന്നതല്ല. ഉമ്മ മുളകും മഞ്ഞളും ഉപ്പും ഇട്ട് ഇതിനെ നല്ലോണം ഇങ്ങനെ വേപ്പിച്ച് ആ മുളക് അതിൽ പിടിക്കുന്നവരെ അതിനെ വേപ്പിച്ചെടുക്കും. ഇതിന് ശരിക്കുള്ള എങ്ങനെ ആക്കേണ്ട റെസിപ്പി എനിക്കറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ആദ്യം കഴിക്കലൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എൻ്റെ ഒരു അമ്മായി ഉണ്ട്, എൻ്റെ കാർന്നോറ ഭാര്യ ഉണ്ടായിരുന്നു. അമ്മായിയാണ് ഫസ്റ്റ് എൻ്റെ വീട്ടിൽ ഇത് കൊണ്ടുവരുന്നത്. അമ്മായിക്ക് ഇങ്ങനത്തെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അമ്മായിൻ്റെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു പ്രഗ്നൻസി ക്രേവിങ്ങിൻ്റെ സമയത്തെങ്ങാനോ തോന്നുന്നു അമ്മായി ഇത് പുരക്കൊണ്ടാന്ന്. ആ സമയത്ത് ഞാൻ ഇതെന്താ സാധനം, കാരണം നമ്മളെപ്പോഴും കല്ലുമ്പോൾ കൈ വിളമ്പൊക്കെയല്ലേ കാണുന്നുള്ളൂ, ഇതൊന്നും കാണുന്നില്ലല്ലോ. അപ്പം ഇതെന്താ സാധനം എന്ന് വെച്ച് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല സൂപ്പർ ടേസ്റ്റ്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണിത്. ഇത് എത്രയോ 100 എണ്ണത്തിന്. ഇത് എണ്ണക്കണക്കാ തോന്നുന്നു. ഐ മീൻ എന്താ പറയുക, ഇങ്ങനെ എണ്ണി അങ്ങനെയുള്ള സംഭവം തോന്നുന്നു. അപ്പോൾ 100 എണ്ണത്തിന് എത്രയോ പൈസ ഉണ്ട് തോന്നുന്നു. ഞാൻ എൻ്റെ അമ്മായിനോട് പറയാം, അമ്മ ഇന്നലെ പ്രഗ്നൻസിക്ക് ഭയങ്കര എന്താ പറയുക റേറ്റ് കൂടിയ സാധനങ്ങളെല്ലാം ഇന്നൊക്കെ പിടിക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ അമ്മായി പരിചയപ്പെടുത്തി തന്ന സാധനമായിരുന്നു ഇത്. അന്ന് തൊട്ട് എനിക്കിത് ഭയങ്കര ഫേവറേറ്റ്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ആര് വരുമ്പോൾ ഞാൻ എനിക്ക് കുറച്ച് മുരി കൊടുത്തയക്കണേ എന്ന് പറയും. മുരുണ്ട്, പിന്നെ ചെമ്മീൻ സെലു കണ്ടോ. ഇതെല്ലാം എൻ്റെ ഉപ്പ എഴുതി വെച്ചതായിരിക്കും മിക്കവാറും. അത് ഫറൂൻ്റെ ചെമ്മീൻ, ഇത് ഫറൂൻ്റെ ചെമ്മീൻ വലിയ ചെമ്മീൻ, ഇതെൻ്റെ കുഞ്ഞു ചെമ്മീൻ. അത് പിന്നെ ഇത് വീണ്ടും മുരു. ഇതിങ്ങനെ മാറ്റി വെച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഓരോ ദിവസം എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനാണ്. ഇത് സെലു കല്ലുമ്മക്കായ എന്ന് വെച്ചാൽ ഇത് മറ്റേ നമ്മളെ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുഴുങ്ങി വെക്കില്ലേ, അതാണ് സംഭവം കേട്ടോ. അതുണ്ട്. അതുമ്മ കുറച്ച് എടുത്തന്നതാണെന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ചുണ്ട്, നീ നോക്കി ഫ്രൈ ചെയ്തോ. ഞാൻ ഫ്രൈ ചെയ്ത് പുഴുങ്ങിയതാണ്. പിന്നെ വീണ്ടും ചെമ്മീൻ സെലു. ഇതെന്താ, ഇത് മുരു. അങ്ങനെ നമ്മുടെ നാട്ടിലെ പെട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് നമ്മളെ നാട്ടിലെ പെട്ടിയിലെ വിശേഷങ്ങൾ ഉള്ളത് കേട്ടോ. സാധാരണ നമ്മൾ ദുബൈയിൽ നിന്ന് നാട്ടിൽ പോകുമ്പോൾ അവർ കൊണ്ടുവന്ന് പെട്ടി പൊളിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. എന്തോളി ഉള്ളത് എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ, അതുമാതിരി തന്നെയാണ് ഇവിടെ നമ്മൾ ദുബൈയിലുള്ള ആൾക്കാർക്ക് നാട്ടിൽ നിന്ന് സാധനം കൊണ്ടുവരുമ്പോൾ നമുക്ക് ഭയങ്കര ഇതുവരെയായിട്ടും ഇല്ലാതെ ആക്രാന്തവും കാര്യങ്ങളും. ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ഒരുപാട് തവണ തിന്നിട്ടുണ്ടാവും, പക്ഷെ ഇവിടെ എത്തി കുറേ കൂടിയിട്ട് നമുക്കത് തിന്നുമ്പോൾ ചിലപ്പോൾ 1-2 മാസമായിട്ട്. ഞാനിപ്പോൾ ദുബൈ വന്നതിന് ശേഷം 3-4 പ്രാവശ്യം ഇങ്ങനെ ആരെല്ലോ വരുന്ന സമയത്ത് എങ്ങനെ കൊണ്ടേയിരിക്കും കുറച്ച് സാധനങ്ങൾ എനിക്ക് കൊടുത്തയക്കലുണ്ടായിരുന്നു. ഇപ്പം നിത്തു തന്നെ എനിക്ക് തോന്നുന്നു 2 തവണ, ഞാനിവിടെ ഉള്ളവരെ 2 തവണ നാട്ടിൽ പോയിട്ട് വന്നു. ആ സമയത്ത് എനിക്കിത് കൊണ്ടു തന്നു. ഇതുപോലെ കുറച്ച് സാധനം നമുക്ക് എത്ര കിട്ടിയാലും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ഒരു ടേസ്റ്റ് അത് വേറെ. അപ്പം എൻ്റെ ഈ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി ഇതിനെ ചൂടാക്കി ഇനി ഇതിൽ കുറച്ച് ഉള്ളി പച്ചമുളക് അങ്ങനത്തെ എന്തെങ്കിലും വേണ്ടി കിട്ടി അതിന് ഇച്ചിരി മസാല പോലെ എല്ലാം ആക്കിയാൽ എൻ്റെ ഈ കംപ്ലീറ്റ് സാധനങ്ങൾ ഇവിടെ ആയി ഒരാഴ്ചത്തേക്കുള്ളത്. അപ്പം ഇനിയിപ്പം ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാൻ എന്തെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കേണ്ടി വരും. ചോറും നെയ്ച്ചോറും എല്ലാം ഓരോ ദിവസം ഉണ്ടാക്കുക, ചപ്പാത്തിയും ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ എന്തെല്ലാം ഉണ്ടാക്കണം എന്ന് ഞാനിങ്ങനെ ട്രൈ ചെയ്യേണ്ടി വരും. ഇന്ന് ഞാൻ എൻ്റെ ആങ്ങളിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചിനായിരുന്നു. ഓനോട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു, കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവൻ വന്നില്ല. എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനുണ്ട്. അന്ന് പെരുന്നാളിൻ്റെ വ്ളോഗ് കണ്ടിട്ടില്ലായിരുന്നോ, ഇവിടെ ദുബൈയിൽ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇന്ന് വിളിച്ചിട്ട് കഴിച്ചിട്ട് പോവാ, നീങ്ങ് വന്നു. ഇല്ല ഞാൻ വരുന്നില്ല, എനിക്ക് കഴിയുന്നില്ല, കാരണം ഇവിടെ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്, അത്രയും ചൂടുള്ളതാണ്. അതുകൊണ്ട് ഓൻ പറഞ്ഞില്ല, ഓൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. നാട്ടിലെ പെട്ടിൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ. ഇനിയും ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.